ഗുഡ് മോർണിംഗ് ഗൈസ്. എല്ലാവർക്കും സുഖല്ലേ? ഞങ്ങൾക്ക് പരന്ന സുഖ. ഞങ്ങൾക്ക് നന്നായി തണുക്കും. ഡിസംബർ തുടങ്ങി, വൃശ്ചികം തുടങ്ങി, തണുപ്പും തുടങ്ങി, മടിയും തുടങ്ങി. ഇന്ന് ഞാൻ ഒരു 4:45 ഉണർന്നു. സ്വിച്ച് ഇട്ട് ഉണർന്നു. ഞാൻ സ്വിച്ച് പോലെ ഉണർന്നു. സ്വിച്ച് എൻ്റെ കാലിലായിരുന്നു. ഞാൻ 5:15 അലാറം വെച്ചിട്ടുണ്ട്. അത് വരെ നോക്കിയിരിക്കാന്ന് വിചാരിച്ചു. 5:15 അലാറം അടിച്ചു. ഞാൻ ഓഫ് ചെയ്തു, വീണ്ടും കിടന്നു. പിന്നെ നോക്കിയപ്പോൾ 5:32 നിന്റെ മെസ്സേജ് റെഡിയായോ? റെഡിയാവ് ആവ്. ഒരു ചെറുപടേ ഉണ്ടായിരുന്നില്ല. ഉറങ്ങിപ്പോയാൽ ഞാൻ ചിലപ്പോൾ ഉറങ്ങിപ്പോയേനെ. എത്ര 13 നമ്മുടെ 21 days ചലഞ്ചില് 13th day ആണ്. 13th day. അതിനകത്ത് എൻ്റെ 3 മൈനസ് ചെയ്യണം. 3 വയസ്സ് ചെയ്യുമ്പോൾ 10th day. കണക്കിലെ കളികളാണ്. അതെ. ഈ ഇന്നലെ ഓഫീസിൽ സാറ് കണക്ക് പഠിപ്പിക്കുകയായിരുന്നു. മാത്സിൽ ഞാൻ പറഞ്ഞു പെട്ടെന്ന് കൂട്ടുക, പെട്ടെന്ന് വർക്ക് ചെയ്യും. മാത്സ് അറിയത്തില്ല, കൂട്ടി വെച്ചിരിക്കുക. പിന്നെ എന്നോട് ആദ്യം തൊട്ട് മാത്സ് പഠിപ്പിക്കാൻ തുടങ്ങി. ഞങ്ങൾ 3 കൊല്ലം BA പഠിച്ച് മാത്സിന്റെ ടച്ചൊക്കെ വിട്ടുപോയി. ഇത് ചെയ്യാനാ, കൂട്ടാനും കുറയാനും അറിയാം. ചെറിയ ചെറിയ ഈ വൃത്തികെട്ട സംഭവങ്ങളൊന്നും നമ്മളെ ഓർമ്മിപ്പിക്കാതെ ഒഫീഷ്യൽ വേണ്ട. ഇവിടെ നമ്മൾ ടാൻ പഠിച്ചു, തീറ്റ പഠിച്ചു, കോസ് പഠിച്ചു, കൊസീക്ക് പഠിച്ചു. എന്തെങ്കിലും ഉപകാരം എനിക്കിതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് ഭയങ്കര സൗണ്ട് ആണല്ലോ. കുറച്ച് ദിവസമായിട്ട് ഞാൻ തന്നെ അനുഭവിച്ചിട്ടിരിക്കുകയാണ്. നീയോട് അനുഭവിക്കും. നമുക്ക് എവിടെയെങ്കിലും കയറിയിട്ട് ആയിഷോ, ഇന്ന് എന്തൊക്കെയാണ് പ്ലാൻ? ഇന്ന് നമ്മള് അതെ, ഇന്ന് നമ്മള് വഴി പോകുന്ന ആൾക്കാരെ കണ്ട് സംസാരിച്ച് നമുക്ക് വിഷയങ്ങൾ കിട്ടിയില്ല, സമയം പോയി. അതെ, എനിക്ക് എന്താ പറയാനുള്ളത്? ആൾക്കാരെ ബോറടിപ്പിക്കാതെ. ഇത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി. ഇതൊന്നും ഇട്ടൊരു രാത്രി എണീറ്റ് വരാറ്. ഞങ്ങൾ കോളേജിലെ ഫ്രഷേഴ്സിനോ എങ്ങാണ്ട് എടുത്ത സാധനമാണ്. അതിപ്പോഴാണ് ഉപകാരപ്പെടും. നടക്കാൻ പോകും. അതാ പറഞ്ഞ, രാത്രി ഇട്ടോണ്ട് എഴുന്നേറ്റ് വരരുത്. അമ്മ പേടി. നടുക്കത്തെ ആ പിക്ചർ മാത്രമേ കാണത്തുള്ളൂ. ക്ലാസ്സിലെ പിള്ളേർക്കെല്ലാം ഉണ്ട് ഈ സാധനം. അവര് മീൻ മേടിക്കാൻ പോകുമ്പോഴും തുണി അലക്കുമ്പോഴും ഒക്കെ ഇതിട്ടുണ്ട്. അതെന്താ നിങ്ങൾ ഫ്രഷേഴ്സ് ഡേ ഒന്നും ഇട്ടില്ലായിരുന്നു? ഞങ്ങൾ അന്നിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് ഇടാൻ ഈ സാധനം ഇടാനൊരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് കിട്ടിയില്ല. ഇല്ല, ഫംഗ്ഷൻ ഇട്ടിടാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ മീൻ മേടിക്കാൻ പോകുമ്പോഴും തുണി അലക്കുമ്പോഴും ഒക്കെ വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. ഞാൻ അപ്പോഴും സൂക്ഷിച്ചു വെച്ചിരുന്നു. ഇനിയിപ്പോ അത് യൂസ് ആയില്ല, കാരണം നടക്കാൻ പോകുമ്പോ ഇടാവല്ലോ. നടക്കാൻ പോകുമ്പോ ഇടാം. എല്ലാരും സെറ്റില്. എല്ലാരും പുറത്തോട്ടൊന്നും ഇറങ്ങാനാവില്ല. ഇല്ല, എല്ലാം മഞ്ഞും തണുപ്പും കാരണം അകത്ത് തന്നെ ഉണ്ടല്ലോ. ജോലിക്ക് പോകുന്നവരൊക്കെ ഇറങ്ങുന്നുണ്ട്. എന്നാ മഞ്ഞ് നോക്കി. മഞ്ഞും മഴ ഇന്നലെ പെയ്തെന്ന് തോന്നുന്നു. ഞങ്ങളുടെ ഡേ ഇനി നശിപ്പിക്കുമോ ഏതെങ്കിലും ഒരു മഴ വന്ന്? അതാ എന്റെ പേര്. മഴ ഒരു ദിവസം ഒരു 21 കംപ്ലീറ്റ് ചെയ്തിട്ട് മഴ പെയ്താൽ കുഴപ്പമില്ല. പക്ഷെ ഇപ്പം ഇനി അങ്ങോട്ട് മഴയുള്ള ദിവസം പറയുന്നത് കേട്ടു. വൈകിട്ട് പെയ്താൽ മതി. വൈകിട്ട് പെയ്തോ? ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ പോയില്ല, മഴ പെയ്യുമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിയിൽ ഞങ്ങൾ സപ്പോർട്ട് കണ്ടുപിടിച്ചിരിക്കുന്നു. സപ്പോർട്ട് ഇത് അവര് പഴയതല്ലേ. ഞങ്ങൾ പിന്നെയും നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്തു പറഞ്ഞാലും വാവയുടെ മമ്മി എന്ന് പറയാ. ഇന്നലെ ഞാൻ വീഡിയോക്ക് എന്തുവായിരുന്നു, മറ്റേ ഡിസ്ക്രിപ്ഷൻ അല്ലല്ലോ, ടൈറ്റിൽ ഇട്ട് എന്താ കേട്ടെ, കുഞ്ഞാഞ്ഞ വന്നേ. എന്നെ നിങ്ങളൊരു കാക്ടസ് ആണോ? മാറ്റി. ഇതെന്താ ഫ്ലവർ? ഇടയ്ക്കൊന്നും വല്ല തന്നെ കളിക്കരുത്. കാക്ടസ്, കല്ല് മുളിച്ചെടി. ഇന്നലെ നമ്മൾ പറഞ്ഞ സംഭവം ശരിയാണേ. എന്ത്?
അതായത് കാളച്ചന്ത പണ്ട് കാളകളുടെ ചന്തയായിരുന്നു നമ്മ പറഞ്ഞത്. ഞാൻ ഇന്നലെ പറഞ്ഞു കാളച്ചന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാളകളുടെ ചന്തയാണ്. നീ പറഞ്ഞത് വളരെയധികം ശരിയായിരുന്നു കുട്ടി, വളരെയധികം ശരിയാണ്. അരിയുള്ള മൂട്, അരി മൂട്. ഈ നടക്കാൻ പോകുന്നോണ്ട് പഴയ ഐതിഹ്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. ചെട്ടികുളങ്ങരയുടെ ഐതിഹ്യം എന്താ? സത്യം പറഞ്ഞാല് ഒരു കഥയുണ്ട് അതിന്റെ പിന്നിൽ, അത് പറയാൻ എനിക്ക് അറിയത്തില്ല. നീ പറ. അത് നമുക്ക് നാളത്തേക്ക് ഓക്കെ, നാളെ നമുക്ക് കാട്ടുവള്ളി ഐതിഹ്യം പറയുന്നതായിരിക്കും. കാട്ടുവള്ളി, കാട്ടുവള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടുവള്ളി, കാട്ടുവള്ളി ക്ഷേത്രം. എന്തെങ്കിലും പറയാനുണ്ടോ? അറിയത്തില്ല, പറയാൻ അറിയത്തില്ല. സിമ്പിൾ ആൻസർ. നടക്കാം. പറയുന്നേ തെറ്റിപ്പോയാൽ മോശമായിരിക്കും, പക്ഷെ അറിയാൻ വയ്യാത്ത കാര്യം എന്തോ പറയാന്. സത്യത്തിൽ ഞങ്ങൾക്ക് കാട്ടുവള്ളിന്റെ സംഭവം അറിയത്തില്ല. അമ്മൂമ്മയുടെ എങ്ങനെ ചോദിച്ചിട്ട് നമുക്ക് പറയാം. ഒന്ന് സ്നേഹിച്ചാൽ കയറി വരുമല്ലോ ദൈവം. ഈ പെണ്ണുമ്പിള്ള അവളുടെ പട്ടിയെല്ലാം വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് മോനെ ഇപ്പൊ കൊച്ചിനെ നട്ടിട്ട് ഇപ്പൊ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നേ. കാട്ടുവള്ളിയിൽ ഞങ്ങൾക്ക് അറിയത്തില്ല. ചോദിച്ച് പഠിച്ചിട്ട് എല്ലാം പറയുന്നതായിരിക്കും. ചെട്ടുകുളങ്ങര എന്ന് പറയുന്നത് ഐതിഹ്യമാണ്, പക്ഷെ ചെട്ടുകുളങ്ങര കറക്റ്റായിട്ട് പറയാനും അറിയത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അത് ശരിയല്ലെന്നുണ്ടെങ്കിൽ അതെ, ഇനി അതിനെ ആൾക്കാർ നമ്മളെ തല്ലാൻ വന്നാലും അതുകൊണ്ട് നമ്മൾ ഒന്നും പറയുന്നില്ല. ചെട്ടുകുളങ്ങര ഒരു ഭയങ്കര സംഭവമാണ്. ഇങ്ങോട്ട് നീയാടാ, റോങ് സൈഡാ. എന്തോ ഉത്സവം കാണാൻ എങ്ങാണ്ട് പോയപ്പോ എങ്ങാണ്ട് ഇങ്ങനെ ഉത്സവം കാണാൻ പ്രശ്നം ഉണ്ടായി. അങ്ങനെയൊക്കെ അല്ല, അത് കൊടുങ്ങല്ലൂരാണ്. പുതിയാവിലമ്മ കാണാൻ വന്നപ്പം എന്തോ പറ്റിയിട്ട് അങ്ങ് പോയതാന്നാ പറയുന്നത്. പിന്നെ ചെട്ടുകുളങ്ങര എന്ന് പറയുമ്പോ ഈ ചെട്ടുകുളങ്ങര അമ്മ കത്തേണ്ടി വരും. അതുകൊണ്ട് ചെട്ടുകുളങ്ങര അമ്മ കൊച്ചു കുട്ടിയായിട്ടോ അമ്മൂമ്മയായിട്ടോ എന്തോ വന്നു. അമ്മൂമ്മയായിട്ട് ആണോ? മുക്കുവന്റെ അടുത്ത് എന്തോ പറയവോ എന്തോ ചെയ്ത് അമ്മയ്ക്ക് വിശന്നു. കഞ്ഞി ചോദിക്കോ എന്തോ ചെയ്ത്. അത് അങ്ങനെ എന്തോ പിന്നെ പ്രശ്നം വെച്ച് നോക്കിയപ്പോ അമ്മയാ വന്നെന്ന് അറിഞ്ഞു. പിന്നെ അവിടെ അമ്പലം ഉണ്ടാക്കി. അതിനെപ്പറ്റി എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം, പക്ഷെ അത് ഏത് പറയണം അത് കറക്റ്റായിട്ട് പിന്നെ പറഞ്ഞു. അല്ല, ഇപ്പൊ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? പിന്നെ ഫെസ്റ്റിവൽസ്, ഞങ്ങളുടെ മെയിൻ ഫെസ്റ്റിവലാണ് കുംഭഭരണി. കുംഭഭരണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണിക്കകത്തിരിക്കുന്ന ഒന്നുമല്ല, കുംഭത്തിലെ ഭരണി. ഓക്കെ, ചെട്ടികുളങ്ങര ഭരണി നാളെ കേട്ടിട്ടില്ലേ? ചെട്ടികുളങ്ങര കുംഭഭരണി എന്ന് പറയുമ്പോ കുംഭത്തിലെ ഭരണി. കുംഭത്തിലെ കുംഭത്തിലെ ഭരണിയിലാണ് അമ്മയുടെ ജന്മദിനം എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ്. അന്ന് ഒരുപാട് പേരുകളും കുതിരകളും ഭീമന്റെ കൂടെ ആയിരുന്നു പാഞ്ചാലിയല്ലോ ഈച്ചാടി വല്യമ്മ. ഹനുമാന്റെ കൂടെ പാഞ്ചാലി. നേരത്തെ ഭീമൻ എന്റെ കൂടെ ആയിരുന്നു, എന്നുവെച്ചാ അവർക്ക് നോക്കാത്തതുകൊണ്ട് ഹനുമാൻ അങ്ങോട്ട്. നമുക്കൊരു സ്റ്റിക്ക് വേണം കേട്ടോ. സ്റ്റിക്ക് മേടിക്കും. സ്റ്റാൻഡ് ഉണ്ട്, സ്റ്റിക്കില്ല. ഹലോ, അങ്ങനെയൊക്കെയാണ് സംഭവം. പിന്നെ നൈസാണ്. അന്നത്തെ ദിവസം വണ്ടിയും കൊണ്ട് ഈ ഒരു 5-10 കിലോമീറ്ററിനകത്ത് പോവുകയേ വേണ്ട. കൈ കഴിക്കുന്നെങ്കിൽ ചേച്ചി പിടിക്കാൻ പോലെ സ്നേഹമാണ്. വളവാണ്, വണ്ടി ഇടിക്കരുത്, നോക്കി പോവാ. ഞാൻ ഡയറക്ഷൻ കാണിച്ചു തരാം. എന്തുവാ? ഇല്ല, നിനക്കൊന്ന് പോകുന്നു വേണ്ടേ? ഓഫീസിന് പഠിക്കാനൊന്നും പോകണ്ടേ? അറിയാൻ വേണ്ടി ഇവിടെ വലിയൊരു ഫ്രണ്ട്ഷിപ്പ് നടക്കുന്നുണ്ട്, കണ്ട? കുംഭഭരണി ഭയങ്കര തിരക്ക. അന്ന് ഞങ്ങൾ സ്പെഷ്യൽ വിഭവം എന്ന് പറഞ്ഞു കൊഞ്ചുമാങ്ങ. അത് അമ്മ തിന്നുന്നോ അങ്ങനൊന്നും അല്ല,
കൊഞ്ചുമാങ്ങ അമ്മയുടെ ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റമാണ് കൊഞ്ചുമാങ്ങ. കൊഞ്ചുമാങ്ങ എന്ന് പറയുമ്പോ അന്ന് അമ്മ വന്നപ്പോ ആ കഞ്ഞിയും കൊഞ്ചുമാങ്ങയും കൂടെ ആണ് തിന്നതെന്നാ പറയുന്നത്. ആണോ? അങ്ങനെയാണ് കൊഞ്ചുമാങ്ങ. എന്തുവാ രാവിലെ ഈ കുംഭഭരണിക്ക് മുന്നേ കുത്തിയോട്ടം ഇല്ലേ, അതെന്നായിരുന്നത്? കുംഭഭരണിക്ക് മുന്നേ അല്ലേ കുത്തിയോട്ടം? കുത്തിയോട്ടം കഴിഞ്ഞ് 7 ദിവസം ശിവരാത്രിയുടെ കുത്തിയോട്ടം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡേ കുത്തിയോട്ടത്തിന്റെ ഘോഷയാത്ര പോകും. കുത്തിയോട്ടം നടന്ന വീട്ടിലെ ആൾക്കാരും പങ്കെടുത്ത ആൾക്കാരും എല്ലാം കൂടെ ഘോഷയാത്ര പോകുമ്പോ, നമുക്കിത് പഠിച്ചിട്ട് പറഞ്ഞാൽ പോരെ? ഇല്ല, എനിക്കറിയാം. ഘോഷയാത്ര പോകുമ്പോ എന്തുവാ, ഘോഷയാത്ര പോകുമ്പോ കാണാൻ പോകും എല്ലാവരും. പ്രത്യേകിച്ച് അതിനകത്ത് കാണാൻ വേണ്ടി ഒന്നുമില്ല. താലപ്പൊലി, പിന്നെ കുത്തിയോട്ടത്തിന് കൊണ്ടുവന്ന പിള്ളേര്, അവരൊക്കെ ഉള്ളു. പക്ഷെ അവരിങ്ങനെ പോകുന്ന കാണാനൊരു ആക്രാന്തമാണ് എല്ലാവർക്കും. കാരണം ഈ ചൂരൽ മുറിഞ്ഞ് ചൂരല് മുറിയാന്ന് പറയുമ്പോ ഇവിടുത്തെ സ്കിന്നിനകത്തൂടി ഇച്ചിരി സ്വർണത്തിന്റെ നൂല് ഇങ്ങനെ കയറ്റി, ചോര പോലും പൊടിയത്തില്ലെന്ന് പറയാൻ. അങ്ങനൊരു സംഭവം. അങ്ങനെ കൊണ്ടുപോകുന്ന കാണാൻ വേണ്ടി എല്ലാരും വരും. എല്ലാരും വരുന്നപ്പോ ഒരു ആന്റി കാണാൻ വന്നു, ഘോഷയാത്ര പോകുന്ന കാണാൻ വന്നു. അപ്പൊ അടുപ്പത്ത് ഇങ്ങനെ കൊഞ്ചും മാങ്ങയും കൂടെ തോരൻ വെച്ചോണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ അവര് ഘോഷയാത്ര കാണാൻ പോയപ്പോ ഘോഷയാത്ര കാണാനുള്ള ആ ഒരു ആഗ്രഹം കൊണ്ട് പോയതല്ലേ. അപ്പം പറഞ്ഞു വരുന്നത്, തിരിച്ചു വന്നപ്പോഴും ആ സാധനം കരിഞ്ഞിട്ടോ ഒന്നുമില്ല. എന്നാൽ അവര് വെച്ചിട്ട് പോയ പോലെ തന്നെ ആ ഫ്ലെയിമിൽ തന്നെ കിടക്കുകയുണ്ട്. ഫ്ലെയിമാണ്, അടുപ്പല്ലേ പണ്ട്, അങ്ങനെ തന്നെ ഇരിക്കുകയുണ്ട്. അപ്പം ഇങ്ങനെ വിശ്വാസികൾ ഇങ്ങനെ പറയുന്നത് അമ്മ വന്ന് അതിന് കാവലിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ കൊഞ്ചുമാങ്ങ അമ്മയുടെ ഫേവറേറ്റ് ഒരു ഇതാ. അങ്ങനെ എനിക്കറിയത്തുള്ളു. അമ്മമാര് നോൺ വെജ് തിന്നുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇതെന്ന് വെച്ചാല് അമ്മ അതും അവർക്ക് അത് കൊടുത്തപ്പോ അമ്മ കഴിച്ചു. കാരണം ആ വീട്ടിൽ അതേ ഉള്ളായിരുന്നു, അതായിരുന്നു അപ്പോൾ ഉള്ളത്. അത് നിന്ദിക്കാതെ അമ്മ അത് നല്ല മേടിച്ച് സാധനം കഴിച്ചു. അതിന് ഇത് പറിച്ചാൽ കുഴപ്പമില്ല, പട്ടി കടിക്കായിരിക്കും എത്രയുണ്ട്. ഞങ്ങൾ നാളെ കറക്റ്റായിട്ട് പറയാം. അതെ, ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഞങ്ങളൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ട. ഞങ്ങളെല്ലാം സ്പോട്ടിൽ വരുന്ന എല്ലാരും പ്രിപ്പയർ ചെയ്തിട്ട് വന്ന് പറയും. ഞങ്ങള് വിഷയദാരിദ്ര്യമാണ് ഞങ്ങളുടെ മെയിൻ വിഷയം. അതാണ് ഞങ്ങളുടെ വിഷയം. ഞങ്ങൾക്ക് എന്താ പറയണ്ടേ, എന്താ ചെയ്യണ്ടേ എന്നൊന്നും അറിയത്തില്ല. ഈ ക്യാമറ ഓണാക്കുന്നതിന് മുന്നേ ചോദിക്കേടി എന്തുവാടി പറഞ്ഞേ, സ്ക്രിപ്റ്റ് ഇല്ല, നിങ്ങൾ കാണാൻ അവിടുത്തെ ഇല്ല. ഇങ്ങനെയൊക്കെ ചോദിച്ചും കണ്ട് മനസ്സിലാക്കി ഇങ്ങനെ പറയുമ്പോ അങ്ങ് സ്പോണ്ടേനിയസ് ആയിട്ട് പറയും. ഞങ്ങൾ രണ്ടുപേരും വർത്താനം പറയാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാർ. അതെ, അതുകൊണ്ട് പിന്നെ വർത്താനത്തിന് കുറവൊന്നും പറ്റില്ല. ഞങ്ങൾ പോകട്ടെ, കുട്ടിക്ക് സമയമായി.